ഡൽഹിയിൽ നടക്കുന്ന സമരപന്തലിൽ വെച്ച് എം.എ. ബേബിയെ വളഞ്ഞിട്ട് പിടിക്കുകയായിരുന്നു മാധ്യമങ്ങൾ. നീറ്റ് വിഷയത്തെക്കുറിച്ചാണ് ചോദ്യമെങ്കിലും ശബരിമല വിഷയത്തിലും അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ മാധ്യമങ്ങൾ മറന്നതേയില്ല. പക്ഷെ ഉത്തരം പറയുന്ന കാര്യത്തിൽ എം.എ. ബേബി കുറച്ച് വിയർത്തു. CC റിപ്പോർട്ടിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് സ്ഥിരം മറുപടി ശൈലിയിൽ തന്നെ കമ്മിറ്റി കൂടി തീരുമാനിക്കും, അതിനു മുൻപേ നിങ്ങൾ എന്നെ തടഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ എന്നാണ് ബേബി ചോദിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ മോഷണ വിവാദത്തിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെതിരായ നടപടികളിലും CPIM കേന്ദ്ര കമ്മിറ്റി അതായത് CC അവലോകന റിപ്പോർട്ട് പാർട്ടിയുടെ കേരള സംസ്ഥാന ഘടകത്തെ വിമർശിച്ചുകൊണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് A. പത്മകുമാറിനെതിരെ ഉടനടി അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം അവഗണിച്ചതിനാണ് CC കേരള നേതൃത്വത്തെ വിമർശിച്ചത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് പാർട്ടിയുടെ മതേതര പ്രതിച്ഛായ വ്രണപ്പെടുത്തിയെന്നും ഹിന്ദുത്വ ശക്തികളോട് മൃദു സമീപനം സ്വീകരിക്കുന്നു എന്ന ധാരണ സൃഷ്ടിച്ചുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചു. വോട്ടർമാരിൽ ഒരു വിഭാഗത്തെ അകറ്റി നിർത്തുന്നതിനും പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് കാരണമായതിനും ഈ സംഘടനാപരവും പ്രത്യയശാസ്ത്രപരവുമായ മണ്ടത്തരങ്ങളാണ് കാരണം എന്നാണ് ദേശീയ നേതൃത്വം കുറ്റപ്പെടുത്തിയത്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞ വിവരങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് CPIM ജനറൽ സെക്രട്ടറിക്ക് ഉത്തരമില്ലാതെ മിണ്ടാട്ടം ആയിപ്പോയത്. അതുകൂടാതെ നീറ്റ് വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചു. അഴിമതി ആരോപണ വിധേയനായ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ സ്ഥാനത്ത് നിന്നും നീക്കാൻ മോദിക്ക് ധൈര്യമുണ്ടോ എന്ന ചോദ്യമാണ് M.A. ബേബി മുന്നോട്ട് വെച്ചത്. കേവലം ഒരു അന്വേഷണം കൊണ്ട് മാത്രം കാര്യമില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതിന് ശേഷം ശക്തമായ അന്വേഷണം നടക്കണം എന്നുമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആവശ്യം. M.A. ബേബിയുടെ പ്രതികരണം ചേർക്കുന്നുണ്ട്, കാണാം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജനാധിപത്യപരമായ ഒരു സമീപനം നരേന്ദ്രമോദി സ്വീകരിക്കുന്നില്ല എങ്കിൽ നരേന്ദ്രമോദി ഭരണത്തിന്റെ അവസാനത്തിന്റെ തുടക്കമായിട്ട് മാറും ഈ സംഭവവാസങ്ങൾ. അദ്ദേഹം പറഞ്ഞ അന്വേഷണം കൊണ്ട് മാത്രം കാര്യമില്ല, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് മാറിയിട്ട് ശേഷമുള്ള അന്വേഷണം. ശരി, താങ്ക് യു. അതെ, ഇവിടെ കേരളത്തിലെ ഒരു സംഭവമില്ലേ, ഇവിടുത്തെ നേതാക്കന്മാരെ അതിനെ കുറിച്ച് പ്രതികരിക്കട്ടെ, അതല്ലേ നല്ലത്. CCയുടെ റിപ്പോർട്ടിൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്ത ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരുന്നു. അന്നേ ഇത്ര ആളുകളെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നല്ലോ. സംസ്ഥാന കമ്മിറ്റിയിലെ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ എന്നെ ഇവിടെ വഴി തടഞ്ഞു നിർത്തി ചർച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. ഞാൻ വിചാരിച്ച് നമ്മൾ ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി യുവജന സമരത്തെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനായിരിക്കും. ഇന്നിപ്പോ നരേന്ദ്രമോദി ഒരു ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചെല്ലാം പേപ്പർ ചോർച്ചയും മറ്റു സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ധൈര്യമുണ്ടോ നരേന്ദ്രമോദിക്ക്? ഇത്തരം അഴിമതിക്കാരെ സംരക്ഷിച്ചുകൊണ്ട് നരേന്ദ്രമോദി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ അതേ അവസ്ഥ ജനങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ നരേന്ദ്രമോദിക്ക് ഉണ്ടാവും. അതുകൊണ്ട് മര്യാദയ്ക്ക് ജനാധിപത്യ ബോധത്തോടുകൂടി വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഈ രാജ്യത്തിൻ്റെയും ആവശ്യമാണ്. അതുപോലെ വിദ്യാർത്ഥികളെ ഡൽഹിയിലെ 16 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടിരിക്കുകയാണ്. സമാനമായ അന്തരീക്ഷമാണ് ഡൽഹിയിലുള്ളത്. കഴിഞ്ഞ ദിവസം വരെ ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു, ഇതൊക്കെ പങ്കെടുക്കുക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജനാധിപത്യപരമായ ഒരു സമീപനം നരേന്ദ്രമോദി സ്വീകരിക്കുന്നില്ല എങ്കിൽ നരേന്ദ്രമോദി ഭരണത്തിന്റെ അവസാനത്തിന്റെ തുടക്കമായിട്ട് മാറും ഈ സംഭവവാസങ്ങൾ. അദ്ദേഹം പറഞ്ഞ അന്വേഷണം കൊണ്ട് മാത്രം കാര്യമില്ല, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് മാറിയിട്ട് ശേഷമുള്ള അന്വേഷണം. ശരി.